നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിലൊന്നായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറിക്കഴിഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലും ചുരുൾമലയിലുമായി ഇതുവരെ 200-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. വനമേഖലയിലെ കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും പ്രകൃതി ചൂഷണവുമെല്ലാം ദുരന്തത്തിന് വഴിവെച്ചുവെന്ന് വേണം എടുത്തു പറയാൻ. വയനാട് ദുരന്തത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. ഗാഡ്ഗിലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് എത്തിയിരിക്കുന്നത്. പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യുഗങ്ങളോ കാലങ്ങളോ ആവശ്യമില്ല. 4-5 വർഷം മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകും. ആരാണ് കള്ളം പറയുന്നതും ഭയപ്പെടുത്തുന്നതും എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ച ഈ ആശങ്കയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുന്നത്. അന്ന് ഇതിനെതിരെ എല്ലാവരും പ്രതിഷേധമൊക്കെ ആയിട്ട് വരികയും മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടുകൾ കത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വയനാട്ടിൽ സംഭവിച്ചത് ഒരു അർത്ഥത്തിൽ ഉരുൾപൊട്ടലല്ല. അതിനെ സയന്റിഫിക് നെയിമായിട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് സംഭവിച്ചിരിക്കുന്നത് സോയിൽ ഫിറ്റിംഗ് തന്നെയാണ്. പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നാം പഠിക്കാത്തതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണിത്. കവളപ്പാറയിലും പുതുമലയിലും ഉണ്ടായ അതേ സംഭവം തന്നെയാണ് വയനാട്ടിലും ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ ഒരു അപകട സാധ്യത മേഖലയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പരിസ്ഥിതിയിലുള്ള പ്രദേശത്തു നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ സോയിൽ ഫ്ലൈറ്റിംഗ് കാരണമാകുന്നു. ഏറ്റവും കൂടുതൽ ദുർബലമായ പ്രദേശത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ ഭൂമിക്കടിയിൽ പാറകൾക്കും മണ്ണിനുമിടയിൽ വലിയ ഗർത്തം രൂപപ്പെടാൻ ഇടയാകും. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ഗർത്തം അതിവൃഷ്ടം ഉണ്ടാകുമ്പോൾ ദുർബല മേഖലയിൽ ഭൗമപാളയത്തിൽ തകർന്ന് ഗർത്തം പൊട്ടിത്തെറിക്കുകയും ഇതോടെ വലിയ ജലപ്രവാഹം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് സോയിൽ ഫ്ലൈറ്റിംഗ്. അതായത് വയനാട് പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് വലിയ റിസോർട്ടുകളോ അല്ലെങ്കിൽ വനങ്ങളൊന്നും വെട്ടിമുറിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളത് പണ്ട് മുതൽ തന്നെ പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ വലിയ തോതിൽ ഒരു വികസനം ഉണ്ടാക്കാത്തത്. വികസനം ഉണ്ടാക്കത്തതെന്നല്ല, വികസനം ഉണ്ടാകാൻ സർക്കാരിന് താല്പര്യപ്പെടാത്തത്. ഇപ്പോൾ തന്നെ വയനാട്ടിൽ ഒരു വയനാടും മൈസൂറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വർഷങ്ങളോളായി നടക്കുന്നൊരു വേണമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അവിടെയെല്ലാം പരിസ്ഥിതി വിദഗ്ധർ എന്ന് അതിനെ തടസ്സം നിൽക്കുന്നത് അവിടെ തുറന്നു കഴിഞ്ഞാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ, അത് പ്രകൃതിയുടെ ബലം നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ അവിടെ ബലമില്ലാത്തൊരവസ്ഥയാണ് വയനാട് എന്ന് പറയുന്നത്. ഇത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അടിക്കടി മഴ ശക്തമാകുമ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഈ മലകൾ ഇടിച്ചു നിരത്തിയും പാറകൾ പൊട്ടിച്ചുമുള്ള വികസനം ഒരർത്ഥത്തിൽ ഈ പരിസ്ഥിതി ലോല മേഖലകളിൽ വലിയ തോതിൽ തന്നെ അപകടം വിളിച്ചു വരുത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഈ മാസം 23-ാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു പ്രളയ സാഹചര്യ മുന്നറിയിപ്പുണ്ട്, അല്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു നിർദ്ദേശം, അതായത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്, ഈ നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ വയനാട്, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മേഖലകളിൽ അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് അവിടെ താമസിക്കുന്നവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ 200 മരണം കടക്കില്ലായിരുന്നു. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാവരെയും, ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ വലിയ തോതിലൊരു അപകടം ഉണ്ടാകാതെ നമുക്ക് നോക്കാമായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം.